ഇതാണ് എണ്ണപ്പന. ആ എണ്ണപ്പന ഇത് അതിന് കായ പിടിച്ചൊക്കെ പോയതാണോ അത്? ഇതൊക്കെ തന്നെ എണ്ണപ്പന. നമ്മള് കാണുന്നൊക്കെ ഇപ്പൊ എണ്ണപ്പനയാണ് അല്ലേ? അതിന്റെ തൈമരം. ഇപ്പൊ ഇതിന്റെ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി പോവാണ്ട്. അപ്പൊ ഞങ്ങളിതാണ് ഏറ്റവും മലന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളെ എടവണ്ണ മലന്റെ അല്ലെ, എടവണ്ണ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഈ എണ്ണപ്പന കാര്യങ്ങളെല്ലാം ഉണ്ട്. എണ്ണപ്പനന്റെ മരമാണ് ഈ നിൽക്കുന്നത്. നമ്മളെ ചുറ്റിനും കാണുന്ന ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്താ പറയുക, എത്ര വർഷം വെക്കണം, എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മള് ചോദിച്ചറിയാൻ വേണ്ടിട്ട് വന്നാണ്. അങ്കിളുടെ പേരും അപ്പൊ നമ്മളെ പ്രേക്ഷകർക്കൊന്ന് കാണാൻ വേണ്ടിട്ട് അങ്കിളിന്റെ പേരും ഇതൊക്കെ ഒന്ന് പറയാം. ഇവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് കേൾക്കാന്. എന്റെ പേര് രാജേന്ദ്രൻ. എടവണ്ണെന്ന് നിലമ്പൂർ റൂട്ടിനാണ് കുണ്ടതോട് കുരിശുംപടി അറിയും. അവിടെയാണ് എന്റെ വീട്. ഈ തോട്ടം കിടക്കുന്നത് അവിടെയാണ്. ഈ തോട്ടത്തിന്റെ ആളെന്ന് പറഞ്ഞാൽ നിലമ്പൂര് ഇവിടെല്ലാണ് കാരാട് ആളുടെ വിമൽ ജോസ് പറഞ്ഞ ആളുടെ തോട്ടം. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇതില് ആദ്യം തന്നെ ഫസ്റ്റ് തൈ വെച്ചെന്ന് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇതിൽ വന്നാണ്. അപ്പൊ പിന്നെ അതില് ഇവിടെ നോക്കാൻ ആളില്ലാതെ ആ നോട്ടം ഇതൊക്കെ ഇട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലമുണ്ടോ? 15 ഏക്കറുണ്ട്. അതെ. ഇതിപ്പോ എന്താ വെച്ചാൽ 3 വർഷമായ തയ്യാണ്. 5 വർഷമാണ് ഇതിന്റെ കറക്റ്റ് കായാകണത്. നല്ല വിളവ് കിട്ടും. 3 വർഷം കൊണ്ട് തന്നെ വിളവ് ആയിട്ടുണ്ട്. 3 വർഷം തന്നെ വിളവായത്. ഇതിപ്പോ ഈ ചെറിയ തയ്യൊക്കെ ഇപ്പൊ ഇക്കൊല്ലം വെച്ചതാ, അത് പോയ തൈ വെച്ചതാ. പക്ഷെ ഇതിനെന്താ വെച്ചാൽ റബ്ബറിനെക്കാട്ടിലും എന്താ വെച്ചാല് നാശനഷ്ടമല്ല, അതാണുള്ളത്. പിന്നെ പറഞ്ഞാല് വർഷത്തിൽ 2 വളം, രാസവളം ഇടാനിപ്പോ ആട്ടും കാഷ്ട വളപ്പൊടി അതൊക്കെ ഇട്ടാലും അതും കുഴപ്പമില്ല. ഇതിന്നിപ്പോ ഒരു അരകിന്റെ ഇപ്പൊ കൊണ്ടുപോയി. തൈ ഫസ്റ്റ് നടുമ്പോ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്? തൈ നടുമ്പോ എത്ര അകലത്തിൽ അങ്ങനെ ഇതുണ്ടോ? അകലുണ്ട്. അകലം അതൊരു 20 അടി ഉണ്ടാവും. 20 അടി അല്ലേ? ഒരു തൈന്ന് അടുത്ത തൈയിലോട്ട് 20 അടി ഉണ്ടാവും. 20-15 അടിയിലൊക്കെയാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 20-26 ചിലത്. അത്രയും അകല കൂടുന്തോറും ഇതിന്റെ ഇലകൾ തമ്മിൽ തട്ടാത്ത രീതിയിൽ തൈ നമ്മള് തെങ്ങ് വെക്കണ മാതിരി തന്നെ അതേ ഇതിൽ തന്നെ. പിന്നെ ഇത് നടുമ്പോ എത്ര ആഴത്തിൽ നടണം, അങ്ങനെ ഉണ്ടോ? ആഴുണ്ട്. ഇത് എടുത്തത് കുഴി എന്താ ജെസിബിക്ക് 2-2 കുഴിയെടുത്താണ് ഒരു മാന്തല്. അതിൽ വെച്ചിട്ട് പിന്നെ അതില് നമ്മള് മറ്റേ ഇതായിട്ടുള്ളത് ആട്ടുംകാഷ്ടം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് തൈ വെച്ചത്. അങ്ങനെ വെച്ച് ഇതാക്കിയതാണ്. ഇതിൽ പന്നി മുള്ളം അതിന്റെ ശല്യം നല്ലോണ്ട്. കാരണം എന്താ വെച്ചാൽ പന്നി ഇത് തിന്നുവോ? പന്നി അതിന്റെ അടി നല്ല ടേസ്റ്റ് ആണ്. അത് അടി കുത്തി. ഇതല്ല ഇപ്പൊ ചെറിയതായപ്പോ അതിന് നെറ്റിട്ടാണ്ട് വെച്ചതാണ് ആദ്യം. വലുതാകുമ്പോ പ്രശ്നമൊന്നുമില്ല. ഇല്ല, വലുതാകുമ്പോ കുഴപ്പമില്ല. ചെറുപ്പോ പിന്നെ വല്ലാതെ തട്ടുന്നില്ല. വലുതാകുമ്പോ കായ അടിയിൽ നിന്ന് കിട്ടുന്നത് കടിക്കുന്നുണ്ട്. പിന്നെ മുള്ളനും വരുന്നുണ്ട്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. മുള്ളൻ എന്താ വെച്ചാൽ നെറ്റിട്ടാ പിന്നെ വരും. വളമൊക്കെ ഇടുന്ന എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വളപ്രയോഗം? വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് ഇടും. അത് നമ്മള് യൂറിയ, പൊട്ടാഷ്, രാജിഫോസ് ഒക്കെ കൂട്ടിയിട്ട് അതിടില്ല. അത് നമ്മൾ കളക്കുന്ന വെതറിട്ടാൽ മതി ചുറ്റുഭാഗം. കുഴിയൊക്കെ മൂടി തൂർത്ത് പോകുന്നല്ലേ? അതൊക്കെ അന്നാ വെച്ച അത് തന്നെയാണ്. അല്ലാതെ അതില് വേറെ ഇതാക്കിയിട്ടൊന്നുമില്ല. കുഴി താനെ തന്നെ ഇതായി വരുന്നുണ്ട്. ഇതൊക്കെ കായ പിടിച്ചതാണ്. ഇതൊന്നും ആയിട്ടില്ല, ആയി വരുന്നുള്ളൂ. ആയി ഏകദേശം പഴുക്കുമ്പോ ഇതാക്കണം. ഇത് എടുക്കണം, ഈ പട്ട എടുക്കണം. ഈ പട്ട വെട്ടിയാലാണ് ഈ കായ കിട്ടുക. അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇല്ലാതെ ഇത് കിട്ടൂല. അല്ലാതെ കിട്ടൂല. പട്ടക്കാണ് നല്ല മുള്ളുണ്ട്. വേറെ ഇതുണ്ടോ, മറ്റേ കത്തിയോ കാര്യങ്ങൾ? അതിന് ഒരു കത്തിന്റെ ഉള്ളിണ്ട്. ഇത് വെട്ടണമെങ്കിൽ അത് കുത്താണ്. സാധാ കത്തിയല്ല. അതിന് നമ്മളെ ഒരു രീതിയിലൊരു ഉള്ളിണ്ട്. അത് ഇതിലുണ്ട്, ഞാൻ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് എടുത്തിട്ട് ഇവിടെ കുത്തി അത് കഴിഞ്ഞാല് ഈ കായ കുത്തുക. അതന്നെ. എന്താ വെച്ചാല് ഒരു വർഷത്തില് ഇപ്പൊ 8 വർഷമൊക്കെ ആയതാണെങ്കിൽ ഒരു 250-300 കിലോ കിട്ടും. പക്ഷെ നന കിട്ടുകയാണെങ്കിൽ നല്ല 300-350 കിലോ വരെ ഒരു ഇതെന്ന് കിട്ടും. 300-350 എണ്ണല്ല, 350 കിലോ കിട്ടും. 1 കിലോയിൽ എത്ര പാമോയിൽ കിട്ടുന്ന അറിയോ? 1 കിലോയില് പാമോയിൽ എത്ര കിട്ടും? പക്ഷെ ചില 20-15 കിലോ ഒക്കെ വരും ഒരു കൊല. ഒരു കൊല. അത് നല്ല നന കിട്ടണ വെള്ളം കിട്ടണന്ന് വെച്ചാൽ 40 വരുന്നുണ്ട്. ഇത് തന്നെ ഇതിപ്പോ ഇങ്ങനെ ഈ കാണുന്ന കുത്തി കഴിഞ്ഞാലാണ് അല്ല ഇതിൽ വരുന്നുണ്ട്.
ഇത് ആൺപൂവാണ്. ഇതിന്ന് വണ്ടുകളൊക്കെ വന്നിട്ട് പരാഗണം നടത്തിയിട്ട് അങ്ങനെ അല്ലേ? അതാണ് ഇതിന്റെ. ഇത് നമ്മളെ തെങ്ങിന്റെ പട്ട കൊഴിയണ മാതിരി കൊഴിഞ്ഞു പോകില്ല. ഇല്ല. അങ്ങനെ ഒരു പ്രശ്നത്തിന് വരുന്നുണ്ട്. കാരണം നമ്മൾ വെട്ടി തന്നെ കളയണം. അല്ലാതെ ഇങ്ങനെ പോകൂല. അല്ല, മൂപ്പാകുമ്പോ കൊഴിഞ്ഞു പോകൂല. ഇത് ഇനി കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഇത് കൊഴിഞ്ഞു പോയാലേ നമ്മള് മരം കാണുന്നത്. അതിന് മരം ഇതായിട്ടില്ല. മരം കണ്ടിട്ടില്ല. മരം കണ്ടിട്ടില്ല. അത് തേനീച്ചക്കൂടല്ല, ആൺപൂവ്. ഇതിലിപ്പോ 1 2 3 4 5 കൊലപ്പോ ഇതിലുണ്ട്. ഇതും വെട്ടാനായില്ലല്ലോ? ഇല്ല, ഇതായിട്ടില്ല. ഇത് പച്ചയാണ്. ഇതിപ്പോ വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് ഇത് വിളവെടുക്കുക? വിളവെടുക്കുന്ന വർഷത്തിലൊരു 5-6 പ്രാവശ്യം എടുക്കാം. 5-6 പ്രാവശ്യം. അത് ടൈം ഉണ്ടോ? അങ്ങനെ സീസൺ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും? സീസൺ ഒന്നും ഇല്ല. അതാവുമ്പോ പറിക്കുക. ഇത് വെക്കാനൊക്കെ എത്ര ചെലവ് വരുന്നുണ്ട് ഒരു തൈക്ക്? ഇത് തൈക്ക് ആദ്യം എന്താ വെച്ചാല് 10 രൂപ തൈന് വരുന്നുണ്ട്. 10 അല്ല, 110 വരുന്നുണ്ട്. അതിൽ 10 രൂപ നമുക്ക് 100 ഇതായിട്ട് വരുന്ന 10-നാണ് ഈ തൈ കൊടുത്തിരുന്നത് ആദ്യം. ഇപ്പൊ എന്താ വെച്ചാല് എല്ലാരും ഈ 10 രൂപ തൊട്ട് തൈ കൊണ്ടിട്ട് അത് മറിച്ച് വെക്കല്ല, എന്ത് വെക്കാതെ ഇടുകയാണ്. ഇപ്പൊ അതുകൊണ്ട് കമ്പനി എന്താ വെച്ചാല് 100 രൂപ ആദ്യം അവിടെ കൊടുത്തിട്ട് തൈ വാങ്ങാം. പിന്നെ ബാക്കി അക്കൗണ്ടിലേക്ക് 90 അക്കൗണ്ടിലേക്ക് വരും. ഇപ്പൊ ആർക്കും കൊണ്ടുപോയി വാങ്ങാം. ഈ തൈ എവിടെ നിന്ന് കിട്ടും നമുക്ക്? അഞ്ചല്, കൊല്ലം കമ്പനി. അവിടെ വലിയ കമ്പനി അവിടെ വലിയ ഇതാണ് ഇതിന്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. അവിടെയാണ് ഇതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ. പാമോയിലൊക്കെ അവിടെ ക്രൂഡ് ഓയിൽ മതിയാക്കിയിട്ട് അവിടുന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഒക്കെ പിന്നെ അത് പ്രോസസ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളെ കേരളത്തിൽ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതേപോലെ? ഇവിടെ കേരളത്തില് കുറെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഇവിടെ കരുവാരക്കുണ്ടുണ്ട്, അരീക്കോട് ഉണ്ട്. അരീക്കോട് ഇപ്പൊ ഇതും ഞങ്ങളിപ്പോ ആദ്യമായിട്ടപ്പോ ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നതന്നെ. പിന്നെ എണ്ണപ്പനൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അതന്നെ കാണുന്നത്. ഇവിടെ ഇപ്പൊ കാണാൻ ആൾക്കാരങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. പ്രശ്നമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഒന്നും നാശാക്കരുതെന്നല്ലോ മുതലാളിന്റെ ആവശ്യം. അല്ല ഒന്നല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഈ ആൾതാമസമൊന്നും ഇല്ലാതെ ഈ മലനിരയായിട്ടുള്ള അങ്ങനത്തെ എല്ലാ സ്ഥലത്തും പറ്റും. എല്ലാ സ്ഥലത്തും പറ്റുന്ന ഒരു കൃഷിയാണിത്. വെള്ള ചതുപ്പില്ല സ്ഥലത്താണ് വെച്ചാൽ ഒന്നുകൂടി വിളവ് കൂടും. കാരണം വെള്ളത്തിന്റെ ഇതുണ്ടായോണ്ട്. ഇതിപ്പോ ഇങ്ങനെ ആകുമ്പോ ഇതിന് നന കിട്ടിയാൽ അത്രയും മെച്ചാണ്. നനവ് ഇല്ലെങ്കിൽ പറ്റുമോ? നനവില്ലാത്തതിന് ഇതിനൊന്നും നനവില്ലല്ലോ. ഇതിനിപ്പോ ഈ 3 വർഷം നനല്ല. നമ്മളിപ്പോ നനച്ചു കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ താഴെ തന്നെ നല്ല നനവില്ല സ്ഥലം, ഉറവില്ല സ്ഥലമുണ്ട്. അതിൽ നല്ല വിളവാ. നല്ല വിളവ് പറഞ്ഞാൽ നല്ല വിളവ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്ത് നല്ല വിളവാ. പിന്നെ ഇത് റബ്ബറിനെ അപേക്ഷിച്ച് എന്താരോ, റബ്ബറിന് പറയുമ്പോ 3 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്ക് ഇപ്പൊ 100 തൈ വെച്ചാ ഒരു 5-6 പോത അത് പോവും. ഇതിലിപ്പോ അത് പോവില്ല. ഇപ്പൊ ഒരേക്കറയില് തൈ വെച്ചിട്ടുണ്ട് വെച്ചാൽ അത് വെട്ടാനാകുമ്പോഴേക്ക് ഏകദേശം 3/4 ഭാഗം കഴിയും. ഇതിനതാ പ്രശ്നം വരുന്നില്ല. പ്രതിരോധശേഷി കൂടുതൽ ഈ തൈന്. അങ്ങനെയാണുള്ളത്. അല്ല, വേറെ ഒരു മരത്തിന്റെ ആയുസ് എത്ര വർഷം ഉണ്ടാവും? അതിപ്പോ എത്ര ആണെന്നില്ല. ഇപ്പൊ നമ്മളെ തെങ്ങിന്റെ അതേ തന്നെയാണ് ഇത് വരുന്നത്. കുറെ ഇതിന് മേലെ വരെ എത്തിയാലും അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും. 5-ലൊക്കെ നല്ല വലിയ മരം ഉണ്ട്. അതിന് ഇത് വേറെ ഉണ്ട്. പിന്നെ ഇത് പറക്കാൻ വേറെ മെഷീനും ഉണ്ട് കേട്ടോ. ഏത് കായ കുത്തം നമ്മളെ മറ്റേ കാട് വെട്ട മെഷീനില്ലേ, അതിന്റെ അവിടെ ഉള്ളി ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് വെച്ചു കൊടുത്താൽ മതി. അതിന് പട്ടയും കായൊക്കെ കുത്താൻ. അങ്ങനെ നമ്മള് ആള് കൈകൊണ്ട് കുത്തിനായിട്ട് നല്ല ഇത് മെഷീൻ തന്നെ ഉണ്ട്. ആ മെഷീൻ വെച്ചിട്ട് പിന്നെ പൊക്കം കൂടുന്തോറും അതിന് വേറെ കൊക്കല്ല, അത് വേറെ ഉണ്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ വെച്ചാല് ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാല് എല്ലാരും ഒക്കെ ചെറിയ ചെറിയ കർഷകർ തുടങ്ങിയാല് എല്ലാവരും കൂടി കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാം. പക്ഷെ അതിന് ആളുണ്ട് കൊണ്ടുപോകാൻ. പക്ഷെ അതിലേറെ ഏറ്റവും ബെറ്റർ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതിനിപ്പോ നല്ല മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ മാസം കൊടുക്കുന്നത് 20 രൂപയാണെങ്കിൽ ആ 3 മാസമാണ് നമ്മളെ ആ വില. ഈ വില കൂടിയാൽ കുറഞ്ഞാൽ ആ റേറ്റാ കിട്ടും. ഇപ്പൊ എത്ര മാർക്കറ്റ്? ഇപ്പൊ 17 17.50. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോണ ചാർജില് അവര് വണ്ടി വാടകയായിട്ട് 250 കിലോന് നമുക്ക് തരും. എക്സ്ട്രാ തരും. 20 രൂപേന്റെ അടുത്ത് വരും. ഏകദേശം 20 രൂപേന്റെ അടുത്ത് വരും ഒരു കിലോയ്ക്ക്.
ആൾക്കാരെന്താ വെച്ചാൽ ഇതിനെ പറ്റി ശരിക്കും അറിയൂല, ഇത് എവിടെ കൊടുക്കണ്ടോന്നും അറിയാത്തൊരു രീതിയിലാണ്. അപ്പൊ അരീക്കോടുള്ള ആളൊക്കെ അങ്ങനെയാണ്. അപ്പോ ആൾക്ക് അവിടുന്ന് എന്താ ആദ്യം കായ പറിക്കാൻ വന്ന് ഇവിടെയൊക്കെ വന്നിരുന്നത്, അവിടുന്ന് വന്നിട്ട് ആള് കായ പറിക്കും. 2 ദിവസം ഇവിടെ നിന്ന് അവർക്ക് റൂമൊക്കെ എടുത്തു കൊടുത്ത് അവരെ എന്തെങ്കിലും കൊടുക്കുക. പക്ഷെ ഇപ്പൊ അവിടെ പോയി പഠിച്ചോണ്ട് ഇപ്പൊ ഞങ്ങള് എന്റെ ഒപ്പം വേറെ ആളുണ്ട്. ഇതിപ്പോ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. തരം തിരിക്കാണ്ടത് അല്ല, ഒന്നും തിരിക്കാല്ല. ഇത് ഇങ്ങനെ കുത്തി കഴിഞ്ഞാല് കായ എടുത്ത് പഴുത്ത കായ കൊണ്ടുപോവുക, അതവിടെ കൊണ്ടുപോയി അവിടെ ഇറക്കി കഴിഞ്ഞാൽ അവർ അതേ മരത്തിനാണ്. അല്ല, ഞാൻ ഇത് ചോദിക്കണത് എന്താ വെച്ചാൽ ഈ കുരുവിനാണോ പൈസ, അതോ അതിന്റെ മൊത്തത്തിൽ തണ്ടടക്കം മൊത്തത്തിലാണ് തൂക്കം വരിക? ഉള്ളിലില്ല, തണ്ട് പറഞ്ഞാൽ കുറഞ്ഞ ഇതേ വരുള്ളൂ. ഇത്ര വരുള്ളൂ. അതുള്ളൂ. ഇതിപ്പോ നമ്മളെ ഇവിടെയുള്ള പണിക്കാർക്ക് ഇത് എടുക്കാൻ പറ്റുമോ, അതോ ഇതിന് ഇത് വേണോ, എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ? അല്ല, ഇത് അവിടെ ഒന്ന് അവര് കാണിക്കാൻ ഒന്ന് പഠിക്കാണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയാണ്ട് പഠിച്ചതാണ്. പിന്നെ ഇവിടെ ഒന്നും ബോസിനും ശരിക്കും അറിയാം. അങ്ങനെ കണ്ട് പഠിച്ച്, അതുകൊണ്ട് ഇവിടെ എടുക്കാൻ ബുദ്ധിമുട്ടില്ല. നമുക്ക് ആർക്കും എടുക്കാം. കാരണം ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് കണ്ട് ഒരു 2 ദിവസം നിന്നാൽ തന്നെ കായ പറിക്കാം, എടുക്കാൻ പറ്റും. അതാണ് ഇല്ലത്. ഈ സ്ഥലം മൊത്തം 15 ഏക്കർ. 15 ഏക്കർ. ഇതിൽ മൊത്തം തന്നെ ഇപ്പൊ എത്ര ഉണ്ടാവും? മൊത്തം എത്ര ഉണ്ടാവും? 700 തൈ വെച്ചത്. 700 തൈ അല്ലേ? അതിലിപ്പോ പോയതായിട്ട് ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്താ മരം വീണ് അതിനുമല്ല സീമക്കൊന്ന വീണാണ്ടൊക്കെ പോയ അങ്ങനെ 1-2 ഇതേ ഉള്ളൂ. അല്ലാത്തുള്ളൂ, ഒന്നും പോയിട്ടില്ല. എല്ലാത്തിനും ഇതിപ്പോ സുഖം എന്താ വെച്ചാൽ അധികം പണിയൊന്നും പണിയെടുക്കണ്ട. അതാണ് ഇപ്പൊ റബ്ബർ ആണെങ്കിൽ ഡെയിലി അതിന്റെ പുറകിന് നടക്കണം, പാലെടുക്കണം, ഷീറ്റ് അടിക്കണം, വെട്ടണം, പാലെടുക്കണം, ഷീറ്റ് അടിക്കണം, അതൊക്കെ ഡെയിലി പണി നടക്കും. ഇതിപ്പോ ഇതിന്റെ ഒന്നുമില്ല. കാരണം റബ്ബറിന്റെ മരിയില കേടും വരുന്നില്ല, ഒന്നുമില്ല. റബ്ബർ കുറെ പട്ട മരച്ചിട്ടായിട്ടും ഏതൊക്കെ രീതിയിൽ വരുന്നു. ഇതിന് കാറ്റ് പിടിക്കൂല. കാറ്റിനെ ഒക്കെ പിടിച്ചു നിർത്താല്ലേ. ഇപ്പൊ ഒരു 10-20 വർഷത്തിന് മേലെ എന്തായാലും 20-30 വർഷമൊക്കെ ഉണ്ട്. ചില ഇതിലൊക്കെ നല്ല ആയുസുണ്ട്. നല്ല ആയുസാണ് പറയണ കേൾക്കുന്നത്. ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മളെ ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പൊ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ വേറെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിലുണ്ട് എന്നുള്ള. പിന്നെ കേരളത്തിൽ ആതിരപ്പള്ളി ഉണ്ട്. അവിടെ പോകുന്നിടത്ത് വലിയ മരം ഉണ്ട് എന്ന് പറയുന്നേക്കാം. അവിടെ നല്ല എന്താണ് കേരളത്തില് മൊത്തത്തില് നോക്കണെന്ന് വെച്ചാൽ ചില ഇതിലൊക്കെ നല്ല ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടത് ഇപ്പൊ ഒന്ന് കരുവാരക്കുണ്ടും ഒന്ന് അരീക്കോടുമാണ്. പിന്നെ ഇതും ഇപ്പൊ അപ്പുറത്തെ അവര് വെക്കണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ഈ ചുറ്റിനും നമ്മള് നടന്ന പന്നി നടന്ന കാട്ടത്. പന്നി നടന്നിട്ട് കാട്ടുന്ന ഇതൊക്കെ പന്നി കുത്തിയത് തന്നെയാണ്. അത് സോളാർ കേട് വന്നപ്പോഴേ അതില് വരുന്നതാണ് പന്നി ഇറങ്ങുന്നതാണ്. അപ്പൊ ഇവിടെ സോളാർ ഇടണം. സോളാർ ഞാൻ എന്താ വെച്ചാല് ഇതാണില്ലത്. പന്നിയും ഇതിങ്ങനെ നല്ലോണം ഇതാക്കിണ്ടല്ലേ? നല്ലോണം ചുറ്റുഭാഗം കുറച്ചുകൂടി മേലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരെണ്ണം വെച്ചു കൊടുത്താൽ മതി. പന്നി നല്ലോണം കളച്ച് മറിച്ചിട്ട് പോയിക്കോളാം. ഇതൊക്കെ നല്ല എന്താ അക്കോ ഇതുണ്ടോ പന്നി നടന്ന സ്ഥലമാണ്. ഇങ്ങനെ കുളിപ്പിച്ച് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. കാടെല്ലാം പോയി. കാരണം അത് പന്നി ഇങ്ങനെ നടന്നിട്ടാണതേ. അതിന്റെ ചുറ്റുഭാഗം നടക്കും. പന്നി കായ ചിലത് കുത്തുന്നുണ്ട്. അത് കടിച്ചിങ്ങനെ നിന്നു. ഇതൊക്കെ പോയില്ലേ? അത് മൊത്തം ഇതൊക്കെ പോയി. ഇതൊക്കെ എന്തായതാ ഇത് പഴുത്ത് കഴിഞ്ഞ് പോയതാണ്. ഇതൊക്കെ പോയി. ഇത് പറിച്ചാലല്ലോ? അല്ല, പറിച്ചില്ല. ഇത് പറക്കണേ ഇത് ഇടക്കാണ് പറക്ക. ഈ തണ്ട് ഇത് കുത്തിയിട്ട് ഇത് ഇതിലൊക്കെ ഉണ്ടായിരുന്നോ? അതിലൊന്നും കായല്ല. കായ വിടുന്നുണ്ട്. മയിലുണ്ട്. മയിൽ ഇവിടെ ഒക്കെ ഉണ്ട്. മയിലുകൊണ്ടൊന്നും ഇത് ശല്യല്ല. ഇതിലിപ്പോ കാര്യമായിട്ട് പന്നിയാണ്. പക്ഷെ കുറച്ചുകൂടി പൊക്കം വെച്ചാ പിന്നെന്താ അറിയോ, പന്നിയൊന്നും അല്ലാതെ വരില്ല. പഴുത്തത് പഴുത്തത് ഇതാണ് പഴുത്തത്. അല്ല, ഇതല്ല, ഇതിലേറെ വലിപ്പം ഉണ്ടാവും. ഇതിപ്പോ വലിപ്പം എന്താ ഇത് എണ്ണ അതിന്റെ മുകളിലുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ കായലുണ്ട്. അത് കടിച്ച എന്ന മാതിരി ഉണ്ട്. കുരുണ്ട്. നമ്മളെ തേങ്ങേന്റെ മരത്ത് തന്നെയാണ്. മുറിച്ചു കഴിഞ്ഞാലറിയാം. പക്ഷെ അത്ര ഇതില്ല. അത് കൊണ്ടുപോകും. വീട്ടിൽ കൊണ്ടുപോകും.
ഇതൊക്കെ പിന്നെ ആണാ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ ഇതെന്താ വെച്ചാല് കായമ വരെ മുള്ളാണ്. ഇതൊക്കെ മുള്ള. ഇത് മുള്ള അക്ക മുള്ളാണ്. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോ ഒരെണ്ണായിട്ട് ഇതായിട്ട് കിട്ടും. ഒരു കൊലയായിട്ട് കിട്ടും. കൊലയായിട്ട് അല്ലേ? കൊലയായിട്ട് കിട്ടും. എണ്ണയാണത്. മുള്ള് ഇല്ലത് എണ്ണയാണ്. അതന്നെ എണ്ണ. പാം ഓയിൽ കണ്ടുപിടിച്ചാൽ മതി. നല്ല വണ്ണത്തിൽ വരുന്നുണ്ട്. നല്ല പാം ഓയിൽ കണ്ടുപിടിച്ചതേ കായ, പഴുത്ത കായ. അത് ഈ പഴുത്ത കായ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കുമ്പോ തന്നെ കയ്യിലൊക്കെ എണ്ണയാവുണ്ട്. പ്രത്യേകിച്ച് മണമൊന്നുമില്ലല്ലേ? മെഷീനോ കാര്യങ്ങളൊക്കെ അവിടെ മെഷീൻ വലിയ പ്ലാന്റാണ്. വലിയ പ്ലാന്റാ. അല്ല അല്ല അതൊന്നും കാര്യമില്ല. അതിനൊക്കെ വേറെ അങ്ങനെയല്ല. അതൊക്കെ അതിന് വേറെ ഇതാണ്. ഉറപ്പട കിട്ടണമെങ്കിൽ. അപ്പൊ ഇത് പിന്നെ എങ്ങനെ? ഇതിപ്പോ നല്ലോണം പഴുത്തോ? ഇല്ല, ആ പഴുക്കണ്ടേ. മരട് വെട്ടിയിട്ട് ഇതിന് വെട്ടും. ഇത് വെട്ടിയ ഇതും വെട്ടിയാല് ഈ കായ ഇത് കിട്ടും. ഇതിപ്പോ ഇനിയും പഴുക്കല്ലേ? ഇല്ല, ഇതായി ഏകദേശം ആയിത്തോടെ. പിന്നെ ഇത് പറിച്ചെടുക്ക. ഇങ്ങനെ മുള്ളില്ലേ? ഇത് വെട്ടിയെടുക്കും. ഇത് വെട്ടണം. ഇത് അതല്ല ഈ കായ വേറെ വേറെ എങ്ങനെ? അത് അവിടുന്ന് ഇത് ചെയ്യും. അതിന്റെ മെഷീനും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. പക്ഷെ ഇത് വേറൊന്നുണ്ട്. നമ്മള് പഴുത്തത് വെട്ടിവെച്ചാൽ 2 ദിവസം കൊണ്ട് കൊഴിയുന്നുണ്ട്. ചിലത് കൊഴിയാത്തത് അവര് കൂടുതൽ പഴുത്ത കൊഴിഞ്ഞു വീഴും. ഇതൊക്കെ നമ്മള് ഈ കൊപ്പര ഉണങ്ങിയാൽ പൊട്ടിക്കുമ്പോ ഉണ്ടാവുമല്ലോ എണ്ണമയ, അതേപോലെ. അതിനുള്ളിൽ തേങ്ങന്റെ അതേമാതിരി തന്നെ ചെറിയൊരു ഇതാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഇവിടെ എവിടെ ചാടിയത് ഇതിന് തേങ്ങന്റെ ഒക്കെ ചകിരി പോലെ. പക്ഷെ അതിന്റെ ഉള്ളിലുണ്ട്. കണ്ടോ? ചകിരി പോലെ ഉണ്ട്. തേങ്ങേന്റെ അതേ ഏകദേശം അതേമാതിരി തന്നെ. നല്ലത് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോ ചകിരി നാര് പോലെ. ആണ് സംഭവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല പശുവിനെയോ അല്ല പോത്തിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി വളർത്തുകയും ചെയ്യാം. ആട് കാര്യങ്ങളെല്ലാം അവിടെ എന്താ വെച്ചാൽ 5 പോത്ത് ഒന്നായിട്ട് പോത്ത് ഉണ്ട്. പശുണ്ട്, പോത്തുണ്ട്. ഇതില് വിട്ടേക്കാണ് ഒന്നായിട്ട്. മടലൊന്നും കടിക്കുക. ഇത് പൊങ്ങി കഴിഞ്ഞാൽ കടിക്കൂല. ഇപ്പൊ ഈ ഐറ്റിലൊന്നും വന്നാ കടിക്കൂലല്ലോ. അല്ല ഇതിപ്പോ നമുക്ക് പശുവിന് അങ്ങനെ കൊടുക്കാൻ പറ്റും. പശു തിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതില് അവിടെ ചൂലുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ചൂലുണ്ട്. ഈ തന്റെ ഇറക്കെടുത്തിട്ട് ചൂലുണ്ട്. പക്ഷെ ഒരു 8 വർഷം കഴിഞ്ഞ് ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ പറ്റൂല. മറ്റത് ചൂല് 40 രൂപ ഒരു ചൂലിന്. നല്ല ചൂല. ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചൂല് നല്ല മറ്റേ തെങ്ങിന്റെ ഇതിനാട്ടിലും നല്ല ബലാണ്. ഈ സ്ഥലം ഏതായാലും എല്ലാം അടിപൊളിയായിട്ട് നമ്മളെ മൊത്തം ഇടവണ്ണയും കുണ്ടോടും എല്ലാം കാണാം. നിലമ്പൂര് വരെ കാണാൻ. നമ്മുടെ തൂക്കാലാണ് അവിടെ കാണുന്നത്. നമ്മുടെ തൂക്കാല അവിടെതാ. അവിടെതാ. കണ്ടോ പാലം? അവിടെ ആ പുഴന്റെ അപ്പുറത്ത് കഴിഞ്ഞിട്ട് അവിടെ കണ്ടോ? ആണ് ഇവിടെ ആ പുഴ കാണില്ലേ? നമ്മളെ മറ്റേ ഭീമുങ്ങത്തെ പാലം കണ്ടോ? പാലം. അതാണ് കാണുന്നത്. പാർക്കിലൊക്കെ കാണണം എന്നൊക്കെ താല്പര്യം, നമ്മളെ നാട്ടിലെ ആർക്കിലൊക്കെ കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഒന്ന് കണ്ടുപോകാം. ഇതില് അറിയില്ല ഈ പാമോയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ എന്താ അത് ഉപയോഗിക്കുക അതൊന്നും ആർക്കും അറിയില്ല. പാമോയില് ഇത് മരം കണ്ടുകൂടെ? എണ്ണപ്പന കണ്ടുപോകാലോ. അത് കണ്ടുപോകാം. മരം ഈ കായൊക്കെ ഒന്ന് കാണാം. പക്ഷെ ഇനി താല്പര്യം ആർക്ക് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, വെക്കാൻ പറ്റും. അതിനുള്ള എല്ലാതും അതിനുള്ള നിങ്ങൾ പറഞ്ഞു കൊടുക്കൂല? നിങ്ങൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ എല്ലാ നമ്പറൊക്കെ നമ്മള് കൊടുക്കാം. അവര് പറഞ്ഞ അവരെന്നെ വിളിച്ച് നേരിട്ട് എല്ലാ ക്ലാസ്സും കൊടുക്കും. അവര് അല്ല, അവരിങ്ങോട്ട് വരും. നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം പറഞ്ഞു കൊടുത്താലേ അവര് ഇവിടെ വരും. ഇവിടെ വന്ന് അതിന്റെ സൂപ്പർവൈസർമാരെ കണ്ട് വന്നിട്ട് ഓഫീസർമാര് വന്ന് കണ്ട് എങ്ങനെ ചെയ്യേണ്ടത് എന്താന്നൊക്കെ അല്ലേ പറഞ്ഞു. ഇപ്പൊ ആൾക്കാർക്ക് റബ്ബർ വെക്കണ കഴിഞ്ഞ ലാഭം ഇതാണെന്നാണ് തോന്നുന്നത്. ആണെന്നാണ് ഇപ്പോ
ഏകദേശം കൂട്ടൽ ഇപ്പൊ അത് കൂട്ടി കണക്ക് ഇപ്പൊ കൊണ്ട് കാരണം എന്താ വെച്ചാല് അധിക ചെലവ് വരുന്നില്ല. ഒന്നത് പണിക്കാരെ നോക്കണം, വെട്ടുകാരെ നോക്കണ്ട, അതൊരാളെ ഇത് വേണ്ടേ. ഇപ്പൊ ഒരാൾക്കൊക്കെ ആണെങ്കിലും ചെയ്യാലോ, അത് ചെയ്യും. സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ പോലെ വെട്ടിച്ചാലും മതി. തയ്യൊക്കെ ആർക്കെങ്കിലും വെക്കാൻ താല്പര്യം ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ വന്ന് കാണി ഇതിനെ കുറിച്ച് ചോദിച്ചറിയൊക്കെ ചെയ്യാം അല്ലേ? ചെയ്യാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ഈ ഏതൊരു കാര്യത്തിനും ഒരു ഇതുണ്ടല്ലോ, ഇതിനെ കുറിച്ച് അറിയണ്ടേ. മറ്റേത് റബ്ബറൊക്കെ ആകുമ്പോ വെട്ടണം, പാലെടുക്കണം, ഷീറ്റ് അടിക്കണം, തയ്യ് വളർന്നു വരണ തന്നെ 8 വർഷം കഴിയും. പിന്നെ അത് മാർക്കിട്ട് 1 കൊല്ലം അങ്ങനെ പോകും. മാർക്കിട്ട് ഒരു 10 കൊല്ലം ആവൂലേ 10 കൊല്ലം. തെളിഞ്ഞു കിട്ടണേ? 8 വർഷം 10 വർഷത്തിനുള്ളിലൊക്കെ ഏകദേശം ആയി വരും റബ്ബർ. പക്ഷെ അപ്പോഴേക്കും എന്താ പറയുക, റബ്ബറിന് പിന്നെ എത്ര 30-35 വർഷമൊക്കെ പറയുന്നുണ്ട്. ഇതിനതില്ല. തെങ്ങിന്റെ പോലെയാണ്. ഇവിടെ പാതിയിട്ടായോണ്ട് അതുള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നും. വളമിടാൻ നമുക്ക് പക്ഷെ അത് ഇവിടെ പ്രോസസ്സിങ്ങും കാര്യം ഇവിടെ മാർക്കറ്റിംഗ് ഇല്ലാത്തോണ്ടാണ് ഇതിനൊക്കെ ആരും ഇറങ്ങാത്തത്. പക്ഷെ അത് അവിടെ കൊണ്ടു കൊടുക്കണം. ഇപ്പൊ ഇതിന്റെ ഏജൻസി വന്ന് കൊണ്ടുപോകുമ്പോ അവർക്കെല്ലാം ലാഭം കണ്ടിട്ടാണ് അവര് ഇവിടെ നിർത്തി പോവുക. അപ്പൊ അതിലേറെല്ലാം നമ്മള് നേരിട്ട് കൊണ്ടേല് അത്രയും മെച്ചാണ്. ഒരു കൊല ഒരു 20 കിലോ ഉണ്ടാവുന്ന 20-15. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാല് 15-20 വരെ വന്നിട്ടുണ്ട്. 20-25 ഒക്കെ വന്ന കൊല ഉണ്ട്. ഇനി ഒരു 8 വർഷം ആയി കഴിഞ്ഞാല് രണ്ടും കൊല വലിപ്പം വെക്കും, നല്ല ഇതുണ്ടാവും. നന കിട്ടുന്ന ഭാഗമാണെങ്കിൽ അതിലേറെ നല്ല 40-45 ഒക്കെ ഉണ്ടാവും. ഇതിന്നിപ്പോ ഏകദേശം എത്ര പറിച്ചിട്ടുണ്ടാവും നിങ്ങള്? ഇതറിയോ? ഇതിന്നിപ്പോ ഒരു 10-20 കൊല പറിച്ച്. 20 കൊല അല്ലേ? ഏകദേശം 20 കൊലേന്റെ അടുത്തുനിന്ന് പറിച്ചിട്ടുണ്ട്. ഇത് ആൺപൂ, ഇതൊക്കെ ആൺപൂവാണ്. ആൺപൂവ് അതെല്ലാ ഓരോ ഇതില് വരുന്നത്? അത് എല്ലാത്തിലും അതിൽ ആണും പെണ്ണായിട്ട് വരുന്നുണ്ട്, അല്ലാതെ ആണായിട്ടല്ല. അങ്ങനെല്ലാം ചോദിക്കണത്. ഇതിപ്പോ ഇതിങ്ങനെ ഒരു ഇത് വരികയല്ലേ, ഇതിപ്പോ ഒരു കൊല, ഇതിങ്ങനെ കൊല വരിക. അപ്പൊ അതിന്റെ ഒപ്പം ഈ ആൺപൂ അല്ല. ഇനിയിപ്പോ ഇതിന്റെ മുകളില് വരുന്നതാണ് ഇനി പെണ്ണ് വരിക. ഇതിപ്പോ ആണാണ് ഇപ്പൊ വന്നതൊക്കെ. ഇനിയിപ്പോ അടുത്തൊരു ഇതിന് പെണ്ണ് വരും. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയല്ല ചോദിക്കണത്, ഫുള്ള് അങ്ങനെ ഇതായിട്ട് പോകുന്നില്ലല്ലോ? ഇല്ല, ആണായിട്ട് പോകണമെന്ന് അങ്ങനെ ഇല്ല. അങ്ങനെ പോകില്ല. അത് ആണും പെണ്ണും മിക്സ്ഡ് ആയിട്ടാ വരുന്നത്. ഇതിപ്പോ ഒരെണ്ണം വരുന്നല്ലേ? ഇതിപ്പം അത് പെണ്ണാണ്. ഇതിപ്പോ ഒരു അടുത്ത കൊല വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ഇത് പെണ്ണാണ്. അതിൽ വന്നോണ്ടിരിക്കുന്നത് ഈ വരുന്ന ഇതിലൊക്കെ ആക്കണം. ഇവിടെ പെണ്ണുണ്ട്. ഇതൊക്കെ പെൺകൊലയാണ്. ഇത് ഈ കണ്ടോ? ഇതിലിപ്പോ ഫുള്ള് കൊറേ പറിച്ചു പോയത് തന്നെയല്ലേ? പറിച്ചു പോയതാ, ഒക്കെ പറിച്ചു പോയി. ഇനിയിപ്പോ എന്താ ഇതിപ്പോ ആയി വരണം. ഇതിപ്പോ ഇനി ആയി വരണം. ഇപ്പൊ ആയി വരും വേണം. വേറെ ഒന്നും കൊണ്ട് അവിടെ കമ്പനി ഇപ്പൊ 15 ദിവസം അല്ല 1 മാസം അടച്ചിടും മെയിന്റനൻസിന്. എല്ലാ മാസവും? അതോ ഡിസംബർ 15 തൊട്ട് ജനുവരി 15 വരെ എല്ലാ വർഷവും അടച്ചിടും. എല്ലാ വർഷവും മെയിന്റനൻസിന്റെ ഇതിലാണ്. ഇതിന്റെ ഒരു മുട്ട് ഇത് വന്നിട്ടേ, മുട്ട് വന്നിട്ട് എത്ര ദിവസമാണ് ഇങ്ങനെ ഈ ഇതേപോലെ കായായി വരാന്? ഏത് കായ വന്നിട്ടില്ലേ? ഒരു 3 മാസം. 3 മാസം അപ്പോഴത്തിന് പറിക്കാനാവും? അപ്പൊക്കെ ആവും. ഏകദേശം 3 മാസമാണ് ഇതിന്റെ ഇത് വരുന്നത്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പഴുത്ത് വരുമ്പോഴേക്ക് 3 മാസം കൊണ്ടൊക്കെ ആവുന്നുണ്ട്. പിന്നെ ചിലപ്പോ ചില ചെള്ളിന്റെ കുഴപ്പം വരുന്നുണ്ട്. ചെള്ള്. അപ്പൊ അതിന് മരുന്നുണ്ടോ? അതിന് മരുന്നുണ്ട്. ചെള്ളിന് മരുന്ന്. ഇനിയില്ലേ ചെള്ളിന്റെ ഇത് കേറിയിട്ട് നമ്മള് കുത്തിക്കളയാ എന്താ ചെയ്യാം. ഇതിങ്ങനെ മരാകുമ്പോഴും മരത്തുമ്പോ മുള്ളൊന്നും മരത്തുമ്പോ നമ്മളെ മറ്റേ സാധാ തെങ്ങിന്റെ പോലെ. ഇതിനിപ്പോ ഒരു ഇത്ര ഐറ്റ് വന്നാൽ ഇത് പോവില്ല, പട്ട പോവില്ല. ഇല്ല, അത് കുറച്ച് കഴിഞ്ഞാലേ പട്ടൊക്കെ ഇതായി പോവുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഇടവേളായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി ഇടവേളയായിട്ട് ചെയ്യാം. അവര് ശരിക്കും പറയുന്നുണ്ട് മഞ്ഞള് കുഴിച്ചിടാ, കൂവ ഒഴിച്ചിടാ. അതേമാതിരി മറ്റേ വേറെന്താ ഒരു ഇതുകൊണ്ട് എന്തൊക്കെ പന്നി ഇതൊന്നും നാശാക്കാത്ത ഇഞ്ചി പറ്റും. ഇപ്പൊ വാഴയൊക്കെയാണെന്ന് വെച്ചാൽ വാഴയും വെക്കാം. അതൊക്കെ ഇടവേളയായിട്ട് എന്തും വെക്കാം. കാരണം അത്രയും ഇതില്ലേ.
പന്നി കഴിയണം വരാത്ത രീതിയിൽ പന്നി വരാത്ത രീതിയിൽ ഇപ്പൊ വാഴ പടുവാഴ ഇപ്പൊ മൈസൂര നേന്ത്ര പൂനൊക്കെ അതും വെക്കാം എല്ലാ ഇതും വെച്ച് നോക്കാം. ഇതിലിപ്പോ വെക്കാത്ത എന്താ വെച്ചാ പന്നീനെ പേടിച്ചിട്ടാ, അല്ല ഒന്നല്ല. പന്നി അല്ല പന്നി കയറുന്ന സ്ഥലം അത്. പന്നി പോണ വഴിയല്ലേ അത്? ആ പന്നി പോണ വഴിയാ. ഇപ്പൊ ഈ ഡ്രമ്മൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ട് ചെറിയ തൈ വെക്കുമ്പോ ആ തൈയിന്റെ ചുറ്റും വെച്ചിട്ട് നമ്മള് കമ്പെടുത്ത് കെട്ടാ. ഇതിപ്പോ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇതിന് കമ്പിട്ടാണ് കെട്ടിയാല് പന്നിയും വരൂല, മുള്ളനൊന്നും വരൂല അല്ലേ? അത് വരാത്ത രീതിയിൽ അങ്ങനെ അതിനില്ലാണത്. ഇതില് കണ്ട താഴെയാണ് ഇത് കിടക്കുന്നത്. നിലത്തിലെ നിലത്തിൽ ഇല്ലേ? ഇപ്പൊ വേണ്ടല്ലോ അത് ഇപ്പൊ എത്രയും താഴെ. ഇതിപ്പോ ഒരു മൂന്ന് വർഷം. 3 വർഷം അല്ലേ? 3 വർഷമായപ്പോ കായതാണ്. 3 വർഷമൊക്കെ ആകുമ്പോ ഒരു മരത്തിന് ഉണ്ടാവും. അതിനിപ്പോ ഇതിന് എത്ര 4 വരെ 5 വരെ ഇതിലിപ്പോ 1 2 3 അപ്പുറത്തുണ്ടോ? 5 കൊല്ലം 6 കൊല്ലം ഉണ്ട്. ഇതാണ് കത്തി. ഇതാണല്ലേ കത്തി. പിന്നെ ഇതിലും വീതി കൂടി കത്തിണ്ട്, കുറച്ച് കനം കൂടി ഇല്ലത്. ഇതുകൊണ്ട് കുത്തലാണ്. കുറച്ച് കനം കുറവില്ലാണ്. 2 എണ്ണം ഇപ്പൊ പുതിയത് വാങ്ങിയിട്ടുണ്ട് കനം കൂടിയത്. ഇത് തന്നെയാണ് മെഷീനില്ലതും. ഇത് ആ മറ്റേ കാടുവെട്ടുന്ന മെഷീനെ പിടിപ്പിച്ച് ഇതേ മരത്തിന് മെഷീന് അത് കുത്തിന് അതിങ്ങനെ ജർക്ക് ചെയ്യും. ആ വർക്കിങ്ങിന് ജർക്ക് ചെയ്യുമ്പോ നമ്മളിങ്ങനെ ആക്സിലേറ്റർ ഉണ്ട്, അപ്പൊ അങ്ങനെ പോകും. മൂർച്ച കുറവല്ലേ? കുറവാണ്. ഒന്ന് കുത്തല് കുത്തിയൊക്കെ അവിടെ ഈ ഇതില് ഇത് കുപ്പിയോ മൂർച്ച കുറവാണ് അല്ലേ? മൂർച്ച കുറവായണ്ട ഒറ്റ കുത്തിന് പോവും. മൂർച്ച വേണം. ഇത് കനം കുറവാണ്, പക്ഷെ ഇതിന് കനം ഇല്ലതുണ്ട്. അതുകൊണ്ട് ഒരു കുത്തിന് ഇത് കുത്തി കഴിഞ്ഞാല് ഇതും കുത്തിയാ ഈ കായ കിട്ടും. അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. വ്യത്യാസം കൊഴിഞ്ഞാടും, നന്നായിട്ട് പോവും. നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ? ഇല്ല, തൂക്കം കുറയില്ലേ? അങ്ങനെയൊന്നുണ്ട്. പറിച്ചിട്ട് അപ്പോഴേ കൊണ്ടുപോയാ അത്രയും തോന്നും. 2 ദിവസവും പറിച്ചാകുമ്പോഴേക്ക്. ഇതിപ്പോ ഒരാൾക്ക് എത്ര ദിവസം ഒരു ഇതിന്ന് എത്ര പറിക്കാൻ പറ്റും ഒരു ദിവസം? ഞങ്ങളിപ്പോ ഇത് 2 ആള് 2 ദിവസം കൊണ്ട് ഫുള്ള് പറിച്ചു ചെയ്യും. പിന്നെന്താ വെച്ചാ പഴുപ്പ് നല്ലോണം കൂടിയാല് കൊഴിഞ്ഞാടും ചെയ്യും. അപ്പൊ കൊഴിഞ്ഞാടുമ്പോ കാരണം പെറുക്കാൻ നല്ല പണിയാണ്. പഴുക്കുന്നതിന് മുന്നേ പറിക്കണം. കുറച്ച് ഏകദേശം പഴുപ്പ് കൊഴിഞ്ഞാടിനേന്റെ ഇതിലായിട്ട് പറിക്കണം. പഴുപ്പ് ഇങ്ങനെ വരുമ്പോ. ഷെഡ് വേറെ വെറൈറ്റി സാധനം ഉണ്ടല്ലോ. ഇത് സംഭവം സ്നേഹമതില് അതിന്റെ സ്ലാബാണിത്. അത് നമ്മള് മറ്റേ ഇത് വെച്ചിട്ട് കമ്പി വെച്ചാണ്ട് പൈപ്പ് വെച്ചിട്ട് അതിലിറക്കാം. കനമില്ലല്ലോ ഇതിന്? കനല്ല, നല്ല ഇതാണ്. സൈഡ് ഇഷ്ടി വെച്ച പോലെ ഉണ്ട് അല്ലേ? സൈഡ് ഇതുണ്ട്. പീസാണ്, അത് ഓരോ പീസാണ്, സ്ലാബായിട്ടാണ്. ഇതാണ് നമ്മള് നേരത്തെ പറഞ്ഞ എണ്ണപ്പനേന്റെ ചൂല്. 40 രൂപയാണ് ഇതിന്റെ വില. സാധാ ഇർക്കിളി ചൂല് പോലെ തന്നെ. അപ്പൊ ഇത്രയും സമയം നമ്മളെ കൂടെ ചെലവഴിച്ച് ഈ വെയിലത്തിലെ നമ്മള് രാവിലെ വന്നു. ഞങ്ങൾ രാവിലെ ഇങ്ങനെ വന്ന എണ്ണപ്പന കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ വന്നതാണ്. ഇപ്പൊ രാവിലെ ഇറങ്ങിയതാണ്. അപ്പൊ ഇതുവരെ നമ്മളായിട്ട് സഹകരിച്ച അങ്കിളിന് വളരെയധികം നന്ദിയുണ്ട്. നന്ദി പറയാണ്. അങ്കിള് നമ്മളെ ഇവളെ അമ്മേന്റെ സുഹൃത്താണ്. മറ്റേ ഒപ്പം ഒരേ ക്ലാസ്മേറ്റ് എവിടെ എടവണ്ണയും കുണ്ടോട് സ്കൂളിലൊപ്പം ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും അല്ലെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ ആർക്കെല്ലാം ഇവിടെ സ്ഥലം ഈ എണ്ണപ്പനെ പറ്റി കാണാൻ താല്പര്യം കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്കിളിന്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ബൈ.